കണ്ടാൽ സൂട്ടഡ് സൈറ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യേണ്ടതുണ്ടോ? ഇനി രാധ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയെ കൊന്ന കടുവ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ടോ? അല്ല, അതിനോടൊപ്പം നിങ്ങൾ എന്തിന് കഴിഞ്ഞ ഞായറാഴ്ച ഈ കോളനികളിൽ പോയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ 3-4 ആളുകൾ മാത്രം കാട്ടുവഴിയിലൂടെയോ ഈ ഇതിലോ സഞ്ചരിക്കാനേ പാടുള്ളൂ? ആ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള അയൽപക്കക്കാരോട് പറഞ്ഞ് ഏൽപ്പിക്കണം, ഞങ്ങൾ ഇന്ന വഴിയിലൂടെയാണ് പോകുന്നതെന്ന്. എന്തിനു പറഞ്ഞു? അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന സംവിധാനം ഉണ്ട്, ഇല്ലേ? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയായി ബന്ധപ്പെട്ടില്ല? അറ്റ്ലീസ്റ്റ് കൗൺസിലറെ പോലും ബന്ധപ്പെട്ടില്ല. എന്തുകൊണ്ട് ബന്ധപ്പെട്ടില്ല? എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരു ബോധവൽക്കരണമാണ് നടത്തുന്നതെങ്കിൽ, ഇത്തരം ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അറിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? നിങ്ങൾക്ക് ബാധ്യതയില്ലേ? അതിന് കൃത്യമായിട്ടുള്ള മറുപടി മാഡത്തിന്റെ വായിൽ നിന്ന് കേൾക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടൊപ്പം ഞാൻ ഒന്നും കൂടി പറയുന്നു, കൃത്യമായിട്ട് നിങ്ങൾ ഇന്നലെ ഇറങ്ങിയ ആ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന അവ്യക്തതകൾ കൃത്യമായി ഞങ്ങൾക്ക് മാഡം നീക്കിത്തരണം. സൂട്ടഡ് സൈറ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ, അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ, അതല്ലെങ്കിൽ നാഷണൽ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റിയുടെ അനുമതിക്ക് വീണ്ടും നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ? ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി മാഡം തന്നേ പറ്റൂ.